ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻസ് വേൾഡ് ആൻഡ് വി. ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി ക്രിസ്മസ് ന്യൂ ഇയർ വൈബ്സ് ഒക്കെ കാണാൻ പോവാണ്. ന്യൂ ഇയർ അടുപ്പിച്ച് ഇവിടെ നല്ല തിരക്കായിരിക്കും, നടക്കാൻ തന്നെ പറ്റില്ല, റഷായിട്ട്. അതുകൊണ്ട് നമ്മൾ 2 days മുമ്പ് പോവാണ്. നമ്മൾ ജങ്കാറിലാട്ടോ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ വൈപ്പിനിലെത്തി. ഇവിടെ കാറ് നിർത്തിയിട്ട് ഞങ്ങൾ ജങ്കാറിലാണ് പോകുന്നത്. ഇവിടെ വാട്ടർ മെട്രോ ഉണ്ട്, പക്ഷേ അതിൽ പോകുന്നില്ല. ജങ്കാറിൽ ഒരാൾക്ക് 3 രൂപയാണ്. ഞങ്ങൾ ജങ്കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജങ്കാറിൽ പോകുന്നത്. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ഒരു 6 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തി. നമുക്ക് അവിടേക്കൊന്ന് ചുറ്റിക്കാണാം. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വാങ്ങിയിട്ട് കുക്ക് ചെയ്ത് തരാനുള്ള കുറേ കടകളുണ്ട്. 250 റുപ്പീസാണ് കുക്കിംഗ് ചാർജ്. ഈ ചിറകുകളൊക്കെ ഉണ്ടാക്കിയത് ഫോർട്ട് കൊച്ചി ബീച്ചിൽ കളഞ്ഞ ചെരുപ്പുകളൊക്കെ കളക്ട് ചെയ്ത് പെയിൻറ് ചെയ്തിട്ടാണ് കേട്ടോ.
ഫ്രണ്ട്സ്, ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുള്ള് നടത്തായിരുന്നു. ബീച്ചൊക്കെ നടന്നാണ് കണ്ടത്. അങ്ങനെ കുറേ നടന്നപ്പം എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ കഫേ കയറിയത്. ഈ കഫേ എങ്ങനെയാണെന്ന് വെച്ചാൽ 100% വീഗനും കൂടുതൽ ഫ്രൂട്ട്സും ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇവിടെ യോഗ ആൻഡ് വെൽനസ് സ്റ്റുഡിയോ ഉണ്ട്. പല ടൈപ്സ് യോഗ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്. അടിപൊളി ഗാർഡൻ ആണ്. ഈ കഫേൻ്റെ പേര് ലവിങ് എർത്ത് കഫേ ആണ്. പിന്നെ ഇവിടുത്തെ കോഫീസൊക്കെ അവർ കോക്കനട്ട് മിൽക്കും സോയ് മിൽക്കൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇതാണ് ആ ഗാർഡൻ ഏരിയ. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1:30 ആയിരുന്നു. എന്നിട്ടും നല്ല കാം ആൻഡ് കൂളിംഗ് സ്പേസ് ആണ്. സ്റ്റാഫ്സൊക്കെ വെൽ ബിഹേവ്ഡ് ആണ്. വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തത് ഫോർട്ട് കൊച്ചിയിലെ ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. പിന്നെയാണ് പോർച്ചുഗലിലേക്ക് മാറ്റിയത്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബാസ്റ്റൺ ബംഗ്ലാവിലേക്കാണ് വന്നത്. പണ്ടുണ്ടായിരുന്ന കോട്ടയുടെ ഒരു ഭാഗമായാണ് ബാസ്റ്റൺ ബംഗ്ലാവ്. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ വലിയ ആൾക്കാർക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 20 രൂപയും. പിന്നെ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ 10 രൂപയും കൊടുക്കണം. സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ റോഡ് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ നദികൾ എല്ലാം പറയുന്നുണ്ട്. നദികൾ, കടൽ വരുന്നുണ്ട്, അതുപോലെ റോഡ് പറയുന്നുണ്ട്, കാടുകൾ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അതിൽ 3 പ്രധാന സിറ്റികൾ ഉണ്ടായിരുന്നു. ഈ 3 പ്രധാന സിറ്റികൾ ഇതുപോലെ സ്പെഷ്യൽ ഐക്കണൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. 7ാം നൂറ്റാണ്ടിൽ കോൾമറിലെ ഒരു സന്യാസിയാണ് ഇതൊരു 12 ഷീറ്റുള്ള പ്രാച്ച്മെന്റ് സ്കോളായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒറിജിനൽ തുകലിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോപ്പിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്.
ഞങ്ങൾ ബാസ്റ്റൺ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി ഇനി വേളി ഗ്രൗണ്ടിലുള്ള സാന്റാക്ലോസിൻ്റെയും ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പോവാണ്. ഞങ്ങൾ വേളി ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ഇനി ജങ്കാറിലേക്ക് പോകാൻ ഓട്ടോ ഒന്നും വന്നില്ല, ഭയങ്കര ബ്ലോക്ക് കാരണം. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ബസ്സിൽ നല്ല വൈബ് ഉണ്ടായിരുന്നു. വേളി ഗ്രൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജങ്കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫോർട്ട് കൊച്ചിയൊക്കെ അടിപൊളി വൈബായിരുന്നു, നല്ല രസമായിരുന്നു. ഞങ്ങൾ ആദ്യം വാട്ടർ മെട്രോയിൽ പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂ ആയി, ക്ലോസ് ചെയ്യാനായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ജങ്കാറിൽ തന്നെ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.